വെൽക്കം ടു മൈ ചാനൽ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു സ്റ്റഡി വ്ളോഗ് ആയിട്ടാണ് വന്നിട്ടുള്ളത് അല്ലേ. നമ്മളെ സോഷ്യൽ സയൻസിലെ 5th ചാപ്റ്റർ ഒരു എർത്തിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത് അല്ലേ. ഇതെന്താ കൂട്ടുകാരെ, നമുക്ക് എല്ലാവർക്കും അറിയണ ഒരു എർത്താണല്ലേ ഇത്. വളരെ മനോഹരമായൊരു എർത്ത് അല്ലേ. കണ്ടല്ലോ, അത് നിങ്ങൾക്ക് ഞാൻ വേണ്ടിയിട്ട് ഒരു പിക്ചർ എടുത്തതാണ് കേട്ടോ, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ നമുക്ക് പാഠഭാഗത്തിലോട്ട് പോകാം. എന്താണ് നമ്മളുടെ പാഠത്തിൻ്റെ പേര്? അതെ, നമ്മുടെ ഭൂമി. ഒരു ഭൂമി കുട്ടപ്പനായി ഷൂ ഒക്കെ എടുത്തിട്ട് കൈയൊക്കെ പിടിയോ എന്ന് പറയുന്നുണ്ടല്ലേ. അപ്പോൾ നമുക്ക് പാഠത്തിലിട്ട് പോവാം. എന്താ ഇവിടെ പറയുന്നത്? അതെ, ഞാൻ ഭൂമി. കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ചുട്ടുപൊള്ളുന്ന ഒരു ഗോളമായിരുന്നു ഞാൻ. പിന്നീട് നിരന്തരം പെയ്ത മഴയിലാണ് ഞാൻ തണുത്തത്. പിന്നെയും ദശലക്ഷങ്ങൾ കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ജീവജാലങ്ങൾ എന്നിലുണ്ടായത്. അപ്പോൾ എന്താണ് ഇവിടെ പറയുന്നത്? അതെ, കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ചുട്ടുപൊള്ളുന്ന ഒരു ഗോളമായിരുന്നു ഞാനല്ല, എർത്തല്ലേ. പിന്നീട് വർഷങ്ങളോളം, കോടിക്കണക്കിന് വർഷങ്ങളോളം മഴ പെയ്താണ് സമുദ്രമുണ്ടായത്. അതുപോലെ തണുത്തത്, ഭൂമിയൊന്ന് തണുത്തത്. പിന്നെയും ദശലക്ഷം വർഷങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ജീവജാലങ്ങൾ ഭൂമിയിലുണ്ടായത് അല്ലേ. സൗരയുധ ഗ്രഹങ്ങളിൽ എന്നിൽ മാത്രമാണ് ജീവൻ നിലനിൽക്കുന്നത് അല്ലേ. സോളാർ സിസ്റ്റം കുറേ പ്ലാനറ്റ്സൊക്കെ ഉണ്ടല്ലോ. സൂര്യൻ, ചന്ദ്രൻ, ഭൂമി, ഇതിൽ ബുധൻ, ശുക്രൻ, വ്യാഴം, യുറാനസ്, നെപ്റ്റ്യൂൺ, അങ്ങനത്തെ അല്ലേ ഒന്നിൽ മാത്രമാണ് ജീവൻ നിലനിൽക്കുന്നത്. അതാണ് എർത്ത്. നിങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടതെല്ലാം എന്നിലുണ്ട്. ശ്വസിക്കാൻ വേണ്ട വായു, കുടിക്കാനും മറ്റും ആവശ്യങ്ങൾക്കുള്ള ജലം, സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് അനിവാര്യമായ മണ്ണ്, എല്ലാം. അപ്പോൾ പറഞ്ഞു വരുന്നത്, ഭൂമി നമുക്ക് വേണ്ടി എല്ലാം ഉണ്ട്. ശ്വസിക്കാൻ വേണ്ട വായും, കുടിക്കാനും ഭക്ഷണവും ജലവും എല്ലാം ഉണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. പുഴകളും മലകളും താഴ്വാരകളും സമതലകളുമായി ഭൂമിയുടെ ഉപരിതലം എത്ര മനോഹരമാണ്. എന്നാൽ ഭൂമിയുടെ ഉള്ളറയോ? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഭൂമിക്കുള്ളിൽ എന്തായിരിക്കും എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ലേ? അപ്പം നമുക്ക് നോക്കാം അല്ലേ. ഭൂമിയുടെ ഉള്ളറ രഹസ്യങ്ങളിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം അല്ലേ. ഉള്ളറകളിലേക്ക്. എന്താണ് ഉള്ളറകളിലേക്ക്? ഭൂമിയുടെ ഉപരിതലത്തിലെ ചൂടിനെ കുറിച്ച് നമുക്ക് ധാരണയുണ്ടല്ലോ. എന്നാൽ ഉള്ളറയിലെ ചൂട് അതികഠിനമാണ്. ഉള്ളറയുടെ കേന്ദ്രഭാഗത്തെ ചൂട് ഏകദേശം 5500 ഡിഗ്രി സെൽഷ്യസ് ആണ്. 100 ഡിഗ്രി സെൽഷ്യസിലാണ് വെള്ളം തിളക്കുക എന്ന് നിങ്ങൾക്കറിയാമല്ലോ. 5500 ഡിഗ്രി സെൽഷ്യസ് ചൂട് നിങ്ങൾക്ക് സങ്കല്പിക്കാൻ പോലും കഴിയുന്നുണ്ടോ? നിങ്ങൾ ഖനികൾ എന്ന് കേട്ടിട്ടുണ്ടോ? എന്താണ് കൂട്ടുകാരി ഖനികൾ എന്ന്? നമ്മൾ സ്വർണ്ണമൊക്കെ എടുക്കാൻ പോയില്ലേ മണ്ണിനടിയിലോട്ട്, അതാണ് കേട്ടോ. അവയിലെ ഏറ്റവും ആഴമുള്ള ഖനിയുടെ താഴ്ച എത്ര കിലോമീറ്റർ ആണെന്നറിയാമോ? ഏകദേശം 12 കിലോമീറ്റർ. അത്രത്തോളം ദൂരം പോലും മനുഷ്യന് ചെന്നെത്താനാകുന്നത് യന്ത്രങ്ങളുടെയും സുരക്ഷാ ഉപകരണങ്ങളുടെയും സഹായത്തോടെയാണ്. അപ്പോൾ എന്താണ് കൂട്ടുകാരെ, 12 കിലോമീറ്റർ മാത്രം അടിക്കാണ് നമുക്ക് പോകാൻ കഴിയുന്നുള്ളൂ. അതും യന്ത്രങ്ങളും സേഫായി ഇരിക്കാനുള്ള ഉപകരണങ്ങളും ഒക്കെ ഉപയോഗിച്ചിട്ട് പോലും നമുക്ക് ഇതുവരെ താഴേച്ചിട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല. 12 കിലോമീറ്റർ വരെയുള്ളൂ നമുക്ക് ചൂടിനെ ഇതാക്കിയിട്ട് പോകാൻ കഴിഞ്ഞിട്ടുള്ളൂ. അത്രത്തോളം ദൂരമുള്ളൂ മനുഷ്യന് ചെന്നെത്താനാകുന്നത്. ഏകദേശം 6371 കിലോമീറ്ററാണ് ഭൂമിയുടെ കേന്ദ്രത്തിലേക്കുള്ള ദൂരം. അപ്പോൾ ഭൂമിയുടെ ഉള്ളറയെക്കുറിച്ചുള്ള വിവരങ്ങൾ മനുഷ്യന് നേരിട്ട് ചെന്ന് മനസ്സിലാക്കുക സാധ്യമാണോ? അല്ല, ഒരിക്കലും സാധ്യമല്ല. പിന്നെ എങ്ങനെയാണ് ഇതെല്ലാം നമ്മൾ അറിയണത്? ചില ശാസ്ത്രീയ പഠനങ്ങളുടെയും നിഗമനങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് ഭൂമിയുടെ ഉള്ളറയെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ രൂപപ്പെട്ടിട്ടുള്ളത്. നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ എങ്ങനെയായിരിക്കും എന്ന്? അതെ, നമ്മളിങ്ങനെ ഇപ്പോൾ നമ്മളിതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഖനികളിൽ നിന്നല്ലേ, അങ്ങനെ ഉണ്ടാവുമ്പോൾ ഇതാക്കാം. അതുപോലെ ഈ അഗ്നിപർവ്വതമൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ ഇങ്ങനെ പൊട്ടുമ്പോൾ അല്ലേ,
അത് തന്നെയാണ് ആൻസർ. അഗ്നിപർവ്വത സ്ഫോടനങ്ങളിലൂടെ ഭൂമിയുടെ ഉപരിതലത്തിൽ എത്തിച്ചേരുന്ന വസ്തുക്കൾ പരിശോധിക്കുന്നതിൽ നിന്ന്, ഖനികളിൽ നിന്ന് ശേഖരിക്കുന്ന വിവരങ്ങളിൽ നിന്ന്, ഭൂകമ്പ സമയത്ത് ഉണ്ടാകുന്ന തരംഗങ്ങളുടെ ചലനം വിശകലനം ചെയ്യുന്നതിൽ നിന്ന്, ഇത്രയും ടൈമിലാണ് നമുക്ക് ഭൂമിയുടെ ഉള്ളറകളിൽ നിന്ന് പരീക്ഷിക്കാൻ പറ്റുക എന്തൊക്കെയാണ് നടക്കുന്നത് ഒക്കെ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഭൂമിയുടെ ഘടന. ചിത്രം നിരീക്ഷിക്കൂ. ഭൂമിയുടെ ഉള്ളറയെക്കുറിച്ച് എന്തൊക്കെ വിവരങ്ങളാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? നിങ്ങളുടെ കണ്ടെത്തൽ ചുവടെ രേഖപ്പെടുത്തൂ. അല്ലേ, ഭൂമിയുടെ ഉള്ളറയെ വിവിധ പാളികളായി തിരിച്ചിരിക്കുന്ന ചിത്രം കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഭൂമിയുടെ ഉള്ളറകൾ ഇങ്ങനെ വിവിധ പാളികളായിട്ട് ഇങ്ങനെ ഭാഗിച്ചിട്ടുണ്ട് അല്ലേ. ഏറ്റവും പുറമെയുള്ള പാളിയാണ് ഭൂവൽക്കം. ഏറ്റവും പുറമെയുള്ള പാളി, ആ ചെറിയ പാളിയാണ് എന്ത്, ഭൂവൽക്കം അല്ലേ. പിന്നെ നെക്സ്റ്റ് ടോപ്പിക്ക് നമുക്കൊരു കാമ്പ് നോക്കാം അല്ലേ. കാമ്പ്, പുറക്കാമ്പ്, അകക്കാമ്പ്, കോർ നോക്കാം അല്ലേ. അപ്പോൾ ഇങ്ങനെ ഭൂമിയെ ഒരു ഇതായി തിരിച്ചിട്ടുണ്ട്. ഈ ചിത്രം നമ്മളിപ്പോൾ പഠിച്ചായിരുന്നു അല്ലേ. അതുപോലെ 6 എണ്ണമാക്കിയാണ് ഇതിൽ തിരിച്ചിരിക്കുന്നത്. നമ്മൾ 4 എണ്ണമാക്കിയിട്ടേ പഠിച്ചിട്ടുള്ളൂ, ആ ഭാഗങ്ങൾ മാത്രമേ പഠിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഭൂമി ഒരു കേക്ക് പോലെ മുറിച്ചെടുത്ത ചിത്രമാണ് ഇവിടെ കാണുന്നത് അല്ലേ. ഫസ്റ്റത്തെ ചിത്രത്തിൽ കണ്ടോ നിങ്ങൾ, ഇത്രയും ഭൂവൽക്കമാണ്. ആ ചെറിയൊരു ഭാഗമേ ഉള്ളൂ ഭൂവൽക്കമായിട്ട്. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോക്കാം, ഒരു ചെറിയ ഭാഗമാണ് ഭൂവൽക്കം അല്ലേ. അപ്പോൾ ഇനി ഇവിടുന്ന് തൊട്ട് ഇതുവരെ എന്താണ്, അതെ മാൻറ്റിലാണ്. പിന്നെ അതിൻ്റെ പകുതിയായിട്ട് ഇവിടുന്ന് ഇതുവരെ കാമ്പും കോറും അല്ലേ. അപ്പോൾ എന്താണ് ഇതൊക്കെ നമുക്കൊരു അറിയാനൊരു ആകാംക്ഷയുണ്ടല്ലോ. മുകളിലുള്ളത് പർവ്വതങ്ങളും സമുദ്രങ്ങളാണ്. പർവ്വതങ്ങൾ കുറച്ച് കൂടുതലുണ്ട്, സമുദ്രം കുറച്ചുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം. പിന്നെ നമുക്കൊരു ചൂടിൻ്റെ ഒക്കെ ഒരു സൂചനയാണെന്ന് തോന്നുന്നു അല്ലേ ചിത്രം കണ്ടിട്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ഭൂവൽക്കം, ക്രസ്റ്റ്. ഭൂമിയുടെ ഏറ്റവും പുറമേയുള്ളതും താരതമ്യേന നേർത്തതുമായ പാളിയാണ് ഭൂവൽക്കം. ഖരരൂപത്തിലുള്ള പാറകളിൽ നിർമ്മിതമാണ് ഈ പാളി. ഭൂവൽക്കത്തിന് വൻകര ഭൂവൽക്കം, സമുദ്ര ഭൂവൽക്കം എന്നിങ്ങനെ 2 ഭാഗങ്ങളുണ്ട്. വൻകര ഭൂവൽക്കത്തിന് കനം കൂടുതൽ, ശരാശരി കനം 30 കിലോമീറ്ററോളം വരും. വൻകര ഭൂവൽക്കത്തിന് പർവ്വത പ്രദേശത്ത് ഏകദേശം 70 കിലോമീറ്റർ കനമുണ്ട്. എന്നാൽ സമുദ്ര ഭൂവൽക്കത്തിന് ശരാശരി 5 കിലോമീറ്ററാണ് കനം. അപ്പോൾ നെക്സ്റ്റ് മാൻറ്റിൽ. ഓക്കെ, മാൻറ്റിൽ തന്നെയാണ് പറയുന്നത് കേട്ടോ. ഭൂവൽക്കത്തിന് താഴെയുള്ള ഭാഗമാണ് മാൻറ്റിൽ. അതായത് ഭൂവൽക്കം ഇതാണല്ലോ, അതിന് താഴെയുള്ളതാണ് മാൻറ്റിൽ. ഭൂവൽക്കത്തിന് താഴെയുള്ള ഭാഗമാണ് മാൻറ്റിൽ. താരതമ്യേന കനമുള്ള ഭാഗമാണിത്. ഇത് ഏകദേശം 2900 കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്നുണ്ട്. ഭൂവൽക്കവും മാൻറ്റിലും ഉപരിഭാഗവും ചേർന്നാണ് ഭാഗത്തെ ശിലാമണ്ഡലം എന്നാണ് വിളിക്കുന്നത്. ഒരു ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതാണ് ശിലാമണ്ഡലം. ശിലാമണ്ഡലത്തിന് താഴെയായി ശിലാപദാർത്ഥങ്ങൾ, ആ ശിലാപദാർത്ഥങ്ങൾ ഉരുകി മാഗ്മ അർദ്ധദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്ന ഭാഗമാണ് അസ്തോസ്ഫിയർ. എന്നാൽ അസ്തോസ്ഫിയറിന് താഴെയുള്ള ഭാഗം ഖരാവസ്ഥയിലാണ്. അപ്പോൾ ഇനി നെക്സ്റ്റ് ഇത്രയും ഭാഗം ഉണ്ടോ കാമ്പ്, അത്രയല്ല. ഓക്കെ, ഇത്രയൊന്ന് കാണിച്ചു തരാം കേട്ടോ, ഇത്രയും ഭാഗം. അപ്പോൾ കാമ്പ്, കോർ. മാൻറ്റലിന് താഴെയുള്ള ഭാഗമാണ് കാമ്പ്. കാമ്പിന് പുറക്കാമ്പ്, അകക്കാമ്പ് എന്നീ 2 ഭാഗങ്ങളുണ്ട്. പുറക്കാമ്പ് ദ്രാവാവസ്ഥയിലും അകക്കാമ്പ് ഖരാവസ്ഥയിലുമാണ്. കാമ്പ് മുഖ്യമായും നിക്കൽ, ഇരുമ്പ്, ഫീ എന്നീ ലോഹങ്ങൾ രൂപം കൊണ്ടതാണ്. അതിനാൽ കാമ്പിന് നിഫെ എന്നും പേരുണ്ട്.
അകക്കാമ്പിലെ ചൂട് ഏകദേശം 5500 ഡിഗ്രി സെൽഷ്യസ് ആണ്. 5500 സെൽഷ്യസ് ചൂടാണ് അകക്കാമ്പിലേത് കേട്ടോ. പിന്നെ നെക്സ്റ്റ് എന്താ നോക്കാം. നമ്മളിപ്പോൾ പഠിച്ചതുള്ളൂ അല്ലേ, ഈ ഒരു ചിത്രത്തെ ഇങ്ങനെ ഭാഗിച്ചതാണിത് അല്ലേ. ഈ ചിത്രത്തെ ഭാഗിച്ചതാണ് ഈ ചിത്രം അല്ലേ. ഇതുപോലത്തെ ഒരു ചിത്രം തന്നെയാണ് ഇതും. അതിന് ഇംഗ്ലീഷിലാണ് കൊടുത്തിട്ടുള്ളത്. ക്രസ്റ്റ്, അപ്പർ മേസ്റ്റൽ അല്ലേ, ലോ മെസ്റ്റൽ, ലോ മാൻഡിൽ, ഔട്ടർ കോർ, ഇന്നർ കോർ, അകക്കാമ്പ്, പുറക്കാമ്പ് അല്ലേ, അതാണത്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഭാഗിച്ചത്, നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. ഈ ഭൂവൽക്കം, ക്രസ്റ്റ്, അതുപോലെ മാൻഡിൽ, പിന്നെ കോറല്ലേ, 2 ഇന്നർ കോറും മറ്റേ കോറും അല്ലേ, ഔട്ടർ കോറ്. അപ്പം നെക്സ്റ്റ് ഭൂമിയുടെ ഘടന, അതിൻ്റെ സവിശേഷതകളല്ലേ. സവിശേഷതകൾ സിമ്പിളായിട്ട് ആശയപാഠം പൂർണ്ണമാക്കുന്നതിന് മുൻപ്രവർത്തനങ്ങൾ വിവരിച്ചാൽ നമുക്കതിൻ്റെ ആൻസർ ഇവിടെ ഉള്ളത് കിട്ടും കേട്ടോ. ഇവിടെ ഉള്ളത് കിട്ടും, അത് സിമ്പിളാണ്. അപ്പോൾ നമുക്ക് ഇത് നോക്കിയിട്ട് പറയാം. എന്താണ് ക്രസ്റ്റ് അല്ലേ. ക്രസ്റ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ ഒരു ഭാഗമാണ് ഇത് ക്രസ്റ്റ്. അതുപോലെ മാൻഡിൽ ഇത് ഞാൻ ഓരോ കളറാക്കിയിട്ട് കാണിച്ചു തരാം. ഇനി അണ്ടർ കോർ, അകക്കാമ്പും പുറക്കാമ്പും, ഇന്നർ കോർ ഇത് അകക്കാമ്പാട്ടോ. അപ്പോൾ ഇതെന്താണ്, ഭൂവൽക്കം. ഓക്കെ, ഭൂവൽക്കം. ക്രസ്റ്റ് ഭൂവൽക്കാണ്. അതുപോലെ ഇന്നർ കോർണർ ഔട്ടർ കോർണറൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബാക്കിയൊക്കെ സൈസാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇതാണ് നമ്മൾ ഇതിൽ മെയിനായിട്ട് പഠിക്കുന്നത്. ഭൂവൽക്കം, മാൻഡിൽ, കാമ്പ്. കാമ്പ് ഇന്നർ കോറും ഉണ്ട്, അതുപോലെ ഔട്ടർ കോറും ഉണ്ട്. അപ്പോൾ ഈ ചിത്രമാണ് നമ്മൾ ഇതുവരെ പഠിച്ചുകൊണ്ടിരുന്നത്. ഇവിടെ ഉണ്ട് കേട്ടോ, അത് ഭൂവൽക്കം, മാൻഡിൽ, കാമ്പ്. ഓക്കെ, അപ്പോൾ ഇതിനെ ഓരോ ഭാഗങ്ങളായി വിഭജിച്ചത് ശരിക്കും ഇവിടെ കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് കൃത്യമായിട്ട് പഠിച്ചു വെക്കാം കേട്ടോ. ഇത് വേണമെങ്കിൽ നിങ്ങളൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ. ഞാൻ എന്തായാലും ഒരു സ്ക്രീൻഷോട്ട് എടുത്തേക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിച്ചു ക്രസ്റ്റ് ഭൂമിയുടെ പുറന്തോടാണ് ക്രസ്റ്റ്. ഓക്കെ, ഭൂവൽക്കം. ഓക്കെ, ഇനി മാൻഡിൽ തന്നെയാണ്. പിന്നെന്താ, ഔട്ടർ കോറ് അല്ലേ, അതെന്താണ്, പുറക്കാമ്പ്. അതുപോലെ ഇന്നർ കോറ് അകക്കാമ്പാണല്ലേ, അകക്കാമ്പ്. അതൊന്ന് പഠിച്ച് വെക്കുക, അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഇന്നത്തെ വീഡിയോ. ടാറ്റാ, ബൈ ബൈ.